Iqooടെ Iqoo Z6 Lite 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് 14,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന സ്മാർട്ട് ഫോണാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് Iqoo Z6 Lite 5G എന്ന ഫോണിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ അനാലിസിസ് ആണ്. ആദ്യം നമ്മൾ ഡിസ്പ്ലേയുടെ കാര്യം നോക്കുകയാണെങ്കിൽ Iqoo Z6 Lite 5Gയിൽ 6.58 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. AMOLED ഡിസ്പ്ലേ ഒന്നും വരുന്നില്ല, LCD പാനലാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഡിസ്പ്ലേയിൽ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 240 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും വരുന്നുണ്ട്. ഫോണിൻ്റെ ഫ്രണ്ടിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനുള്ള നോച്ച് കൊടുത്തിട്ടുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള പഞ്ചോൾ ഡിസൈൻ ഒന്നും ഈ ഫോണിൽ വരുന്നില്ല. പിന്നെ ഫോണിൻ്റെ ഫ്രണ്ടിൽ പാണ്ട ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു 14,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് ബെസ്റ്റ് ആണ് എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ഇപ്പം പല ഫോണുകളിലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പല ഫോണുകളിലും പഞ്ചോൾ ഡിസൈൻ വരുന്നുണ്ട്. എന്നാൽ ഈ ഒരു ഫോണിൽ വാട്ടർ ഡ്രോപ്പ് വെച്ച ഡിസൈനേ വരുന്നുള്ളൂ. ഇനി 5G ഫോണുകളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ തന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ AMOLED ഡിസ്പ്ലേ ഇല്ലാത്തത് വലിയൊരു കംപ്ലൈൻ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. എന്നാലും അവർക്ക് അറ്റ്ലീസ്റ്റ് പഞ്ചോൾ ഡിസൈൻ എന്നുള്ള കാര്യമെങ്കിലും കൊടുക്കായിരുന്നു. അപ്പം അതിന് മാത്രം മികച്ച ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഇതിൽ വരുന്നുണ്ട് എന്നൊന്നും പറയാൻ പറ്റില്ല. പഞ്ചോൾ ഡിസൈനും കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ആയേനെ. പിന്നെ ഫിംഗർ പ്രിന്റ് സെൻസർ ഫോണിൻ്റെ സൈഡിൽ പവർ ബട്ടണിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 194 ഗ്രാമാണ്. തിക്നെസ് വരുന്നത് 8.25 mm ആണ്. പിന്നെ ഈ ഫോണിൻ്റെ ബാക്കിൽ പ്ലാസ്റ്റിക് ബാക്ക് ബോഡിയൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഫോണിൻ്റെ 2 കളർ വേരിയൻസ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്, സ്റ്റെല്ലാർ ഗ്രീനും അതുപോലെ തന്നെ മിസ്റ്റിക് നൈറ്റും. ഇനി പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 4 Gen 1 എന്ന പ്രോസസ്സർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഇത് പുതുതായിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു പ്രോസസ്സറാണ്. ഈ ഒരു പ്രോസസ്സറുമായിട്ട് വരുന്ന ലോകത്തെ ആദ്യത്തെ ഫോണാണ് Iqoo Z6 Lite 5G എന്ന ഫോണ്. പിന്നെ ഇത് അത്യാവശ്യം നല്ലൊരു പ്രോസസ്സറാണ് 14,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ. ഈ ഒരു ഫോണിൽ ആൻതൂത്ത് സ്കോർ ഏകദേശം 3,88,000 ഒക്കെ വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത് നല്ലൊരു സ്കോർ തന്നെയാണ്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള മികച്ചൊരു പ്രോസസ്സർ ഈ ഫോണിൽ അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം, ഇതിൽ 5G ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഫോണിൻ്റെ 2 വെർഷൻസ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ബേസ് വേരിയൻറ്റിൽ 4 GB റാമും 64 GB ഇൻറ്റേർണലുമാണ് വരുന്നത്. 6 GB റാമും 128 GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. LPDDR4Xൻ്റെ റാം ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. UFS 2.2 സ്റ്റോറേജ് ടൈപ്പും ഇതിൽ വരുന്നുണ്ട്. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹൈബ്രിഡ് സിം സ്ലോട്ടാണ് ഈ ഫോണിൽ വരുന്നത്. അതായത് മെമ്മറി കാർഡ് യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷേ മെമ്മറി കാർഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സിം മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ 2 സിം ഒരുമിച്ച് യൂസ് ചെയ്യാം. പക്ഷേ ആ ഒരു ടൈമിൽ മെമ്മറി കാർഡ് യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ എക്സ്റ്റെൻഡഡ് റാം 2.0 എന്നുള്ള ഫീച്ചർ ഇതിൽ വരുന്നുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇന്റേണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യും. അങ്ങനെ 2 GB റാം വരെ എക്സ്ട്രാ ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഫോൺ പെട്ടെന്ന് നീറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് 4 കോമ്പണന്റ് കൂളിംഗ് സിസ്റ്റം ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഗ്രാഫൈറ്റ് കൂളിംഗ് ഫിലിം വരുന്നുണ്ട്. പിന്നെ ടെർമലി കണ്ടക്റ്റീവ് ജെല്ല് വരുന്നുണ്ട്. കൂളിംഗ് കോപ്പർ ഫോയിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ടെമ്പറേച്ചർ സെൻസറും വരുന്നുണ്ട്. 3.5 mm ഓഡിയോ ജാക്ക് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് 12 ബേസ് ആയിട്ടുള്ള ഫൺ ടച്ച് സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. ഈ ഒരു ഫോണിൽ 2 കൊല്ലത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റും അതുപോലെ തന്നെ 3 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും ലഭിക്കുന്നതായിരിക്കും. ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. 50 മെഗാപിക്സലിലെ മെയിൻ ക്യാമറ സെൻസറാണ് ഇതിൽ വരുന്നത്. ഇതിൽ ഐ ഓട്ടോ ഫോക്കസ് പോലുള്ള ഫീച്ചേഴ്സും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ രണ്ടാമത് 2 മെഗാപിക്സലിലെ മാക്രോ ലെൻസും വരുന്നുണ്ട്. ഈ ഒരു ഫോണിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒന്നും കൊടുത്തിട്ടില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ. പിന്നെ ഫ്രണ്ടിൽ 8 മെഗാപിക്സലിലെ സെൽഫി ക്യാമറയാണ് വരുന്നത്. ഈ ഫോണിൽ 5000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ ഇപ്പം ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ചാർജിങ് സ്പീഡുമായിട്ട് വരുന്ന ഫോണിലൊക്കെ വരുന്നുണ്ട്. കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ചാർജിങ് സ്പീഡ് കൊടുത്തിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ. എന്തായാലും 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഇതിൽ വരുന്നുണ്ട്. പക്ഷേ മെയിനായിട്ട് എടുത്തു വരേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഫോണിൻ്റെ ബോക്സിൽ ചാർജർ വരുന്നില്ല. ചാർജർ സെപ്പറേറ്റ് മേടിക്കേണ്ടി വരും. 14,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ചാർജർ എടുത്ത് ഒഴിവാക്കുക എന്ന് പറയുന്നത് കുറച്ച് ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ള കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം അത് എടുത്തു വരേണ്ട ഒരു നെഗറ്റീവായിട്ട് വരും. പിന്നെ ചാർജർ സെപ്പറേറ്റ് മേടിക്കണം എന്നുണ്ടെങ്കിൽ കോംബോ ഓഫറായിട്ട് 399 രൂപയും കൂടി കൊടുത്താൽ ചാർജർ നമുക്ക് മേടിക്കാവുന്നതാണ്. ടൈപ്പ് സി ചാർജിംഗ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം മികച്ചൊരു ബാറ്ററി സെറ്റപ്പ് ഇതിൽ വരുന്നുണ്ട് എന്നൊന്നും പറയാൻ പറ്റില്ല, പ്രത്യേകിച്ച് ചാർജർ ബോക്സിലില്ല എന്ന് പറയുമ്പോൾ. എന്തായാലും ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി വിലയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4 GB റാം 64 GB ഇൻറ്റേർണൽ വെർഷൻ്റെ വില വരുന്നത് 13,999 രൂപയാണ്. 6 GB റാം 128 GB ഇൻറ്റേർണൽ വെർഷൻ്റെ വില വരുന്നത് 15,499 രൂപയാണ്. സെപ്റ്റംബർ 14 മുതലാണ് ഈ ഫോണിൻ്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആമസോൺ വഴിയാണ് ഈ ഫോണിൻ്റെ സെയിൽ നടക്കുന്നത്. പിന്നെ SBIയുടെ കാർഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 2,500 രൂപയുടെ ഓഫൊക്കെ ലഭിക്കുന്നതായിരിക്കും.
അപ്പോൾ ഓഫൊക്കെ കഴിഞ്ഞിട്ട് ഈ ഫോൺ നമുക്ക് 11,500 രൂപ പ്രൈസ് റേഞ്ചിൽ ലഭിക്കും. അത് അത്യാവശ്യം നല്ലൊരു പ്രൈസിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തായാലും 14,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ എങ്ങനെ ഉണ്ട് എന്ന് വെച്ചാൽ ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള മികച്ചൊരു പ്രോസസ്സറും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 5Gയും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ നോക്കാവുന്നതാണ്. ബാക്കി ഫീച്ചേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് മാത്രം മികച്ച ഫീച്ചേഴ്സ് വരുന്നുണ്ട് എന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ പഞ്ചോൾ ഡിസൈൻ ഒന്നും വരുന്നില്ല. ഇനിയിപ്പം അമോലെഡ് ഡിസ്പ്ലേ വരാത്തത് ഒരു കംപ്ലൈൻ്റ് ആയിട്ട് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിലും ഇനി ബാറ്ററിയുടെ കാര്യത്തിൽ 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടേ വരുന്നുള്ളൂ. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു നെഗറ്റീവായിട്ട് വരുന്ന കാര്യം ഫോണിൻ്റെ ബോക്സിൽ ചാർജർ വരുന്നില്ല. ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ആവറേജ് ആയിട്ടുള്ള ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷനെ ഇതിൽ വരുന്നുള്ളൂ. അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും കാര്യങ്ങളൊന്നും ഇതിൽ കൊടുത്തിട്ടില്ല. മികച്ചൊരു പ്രോസസ്സറുമായിട്ട് വരുന്ന ഒരു ഫോൺ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ നോക്കാം. പിന്നെ ബാക്കി ഫീച്ചേഴ്സും കൂടി നോക്കുന്നുണ്ടെങ്കിൽ തരക്കേടില്ലാത്ത ഫീച്ചേഴ്സ് ഉണ്ട്, പക്ഷെ അത്ര മികച്ച ഫീച്ചേഴ്സാണ് ബാക്കി ഫീച്ചേഴ്സ് എന്നൊന്നും പറയാൻ പറ്റില്ല ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. എന്തായാലും Iqoo Z6 Lite 5G എന്ന ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.